ഹായ് ഹലോ ഡിയേഴ്സ്, കേതൻ്റെ ഏതെന്തോട്ടത്തിൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സായ എല്ലാവരും ചോദിക്കാറുണ്ട്, എന്താണ് ഇങ്ങനെ ഒരു പേര് കേതൻ്റെ ഏതെന്തോട്ടം? അത് വെറുതെ ഇട്ട പേരൊന്നും അല്ല കേട്ടോ. ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഏതെന്തോട്ടത്തിനെ പരിചയപ്പെടുത്തി തരികയും ചെയ്യാം. പിന്നെ ഞങ്ങളുടെ കേതപ്പൻ്റെ പേരും കൂടെ ചേർത്താണ് കേതൻ്റെ ഏതെന്തോട്ടം എന്ന് പേരിട്ടെ. നമ്മുടെ കേതൻ്റെ ഏതെന്തോട്ടം കാണാൻ അങ്ങ് മലപ്പുറത്ത് നിന്നും വന്ന് കുറച്ച് കൂട്ടുകാരാണ് ഇവര്. അവർ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച ശേഷം ഇതിലേക്ക് കൊണ്ടുവന്നു. നമ്മുടെ ഏദൻതോട്ടത്തിലേക്ക് വന്ന് അവർ ഇതെല്ലാം ഓരോ ചെടികളെയും ഓരോ കുഞ്ഞു കുഞ്ഞു ആൾക്കാരെയും പരിചയപ്പെടുത്താണ് കേട്ടോ. അവർക്ക് ഇവിടെയൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഒരു കുഞ്ഞു മോളുണ്ടായിരുന്നു. ആ മോളിലേക്ക് ഏതപ്പിന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ വന്ന ടൈം മഴയായത് കാരണം നല്ല വഴുക്കലൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം കയറി കാണും. പക്ഷെ അവർക്ക് ഈ കൃഷിയെപ്പറ്റി നല്ല ഒരു താല്പര്യം ഉള്ളതുകൊണ്ട് നമുക്കും പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവിടെ നിന്ന് കിട്ടിയ കുറച്ച് ഐറ്റംസാണ് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് അല്ലെങ്കിൽ നമ്മുടെ ചീമപ്പുളി. അത് കുറച്ച് അവർക്ക് കൊടുത്തു വിട്ടു. അത് മാത്രമല്ല വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ ഐറ്റവും ഇല്ലായിരുന്നു. അവർ മഴയുടെ ടൈമിലായത് കാരണം എല്ലാ ഐറ്റംസും ഒന്നും ഇല്ല. ഞങ്ങളുടെ കുഞ്ഞതിഥികളൊക്കെ പൂത്ത് വരുന്നതൊക്കെ ഉള്ളൂ. ചെറിയ ആൾക്കാരാണ് ഞങ്ങളുടെ ഫാമിലിക്കാര്. എന്താ പറയാ, ഇത് കണ്ടില്ലേ, സീഡ്ലെസ് ലെമൺ ആണ് കേട്ടോ. അങ്ങനെ ഉള്ളതൊക്കെ കൊണ്ട് അവർക്കൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടു. ഇത് അമരപ്പയർ, അമരപ്പയറല്ല വാളരിപ്പയർ. പിന്നെ ഇവന്മാർ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. കാറ്റത്തൊക്കെ ഉരുണ്ട് വീണ് പോയി. നല്ല അടിപൊളി പപ്പായ അല്ലെങ്കിൽ കർമൂസ് എന്നൊക്കെ പറയില്ലേ. എല്ലാവർക്കും എന്താ പറയാ, നമ്മളിങ്ങനെ നിൽക്കുന്ന കാണാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പറിച്ചെടുക്കുന്നതിനേക്കാൾ നിൽക്കുന്ന കാണാനാണ് കേട്ടോ. അനുചേട്ടന് വീട്ടിലേക്കാള് വരുന്നതിനേക്കാൾ ഇഷ്ടം ഇതിലേക്കാള് വരുന്ന കേതൻ്റെ ഏദൻതോട്ടം, അതായത് ഞങ്ങളുടെ ഏദൻതോട്ടത്തിലേക്ക് ആരെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഇവരെയൊക്കെ പരിചയപ്പെടുന്നതാണ് അനുചേട്ടന് കൂടുതൽ ഇഷ്ടം. ഇപ്പം ഞങ്ങളുടെ ഏദൻതോട്ടത്തിൽ ഒരു 10-35ഓളം ആൾക്കാരുണ്ട് കേട്ടോ. കാര്യം അവരൊക്കെ ഇങ്ങനെ വളർന്നു വരുന്നില്ലേ എല്ലാവരും. ഇത് കണ്ടോ, എല്ലാവരും ഇങ്ങനെ പൂത്ത് തളർത്ത് നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഓറഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ പുളി ഉണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കേതപ്പൻ ഇങ്ങനെ ഓരോന്ന് പറിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്. ആ ബുഷ് ഓറഞ്ച് പറിച്ചെടുത്തേ അവൻ അടങ്ങൂ. ഇവരെയൊക്കെ പരിചയപ്പെടുത്തണമെന്നുണ്ട്, പേരൊക്കെ പറയണമെന്നുണ്ട്. നമ്മുടെ മലപ്പുറത്തുനിന്ന് ഇത്രയും ദൂരം ഇവരെയൊക്കെ നമ്മളെ കാണാൻ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടാണ് പോയത്. ഞങ്ങളും ഒരു ദിവസം പോകുന്നതായിരിക്കും. ഇത് കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഏദൻതോട്ടത്തിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. അങ്ങനെ അവരെല്ലാം പോവാനായിട്ട് ഇറങ്ങാണ്. യാത്ര പറച്ചിൽ എപ്പോഴും ഒരു സങ്കടകരമാണല്ലോ. അനീഷേട്ടനാണെങ്കിൽ അവർക്കൊക്കെ എന്ത് കൊടുത്തിട്ടും തൃപ്തിയാവുന്നില്ല. അപ്പൊ നമ്മുടെ ഇത് പാമാണ് ട്ടോ. അതൊക്കെ വലിച്ച് പിഴാൻ നോക്കാണ്. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. എങ്ങനെയൊക്കെയോ കുറച്ച് ഐറ്റംസ് ഒക്കെ പിഴുതെടുത്തു. ചെടിയും നമ്മുടെ ഫ്രൂട്ട്സ് ഐറ്റംസും എല്ലാം പിഴുതെടുത്തിട്ടുണ്ട്. അങ്ങനെ അവർ പോവാൻ തയ്യാറായി ഇങ്ങനെ റെഡിയായി നിൽക്കുക. ഇപ്പോഴും മഴയാണ് ട്ടോ. പക്ഷെ കുറച്ച് നേരം കൂടെ ഒക്കെ നിന്നായിരുന്നെങ്കിൽ കുറച്ച് എൻജോയ് ചെയ്യാമായിരുന്നു. പുറത്തോട്ടൊക്കെ ഒന്ന് പോവായിരുന്നു. പക്ഷെ പുറത്തോട്ടൊന്നും പോവാൻ പറ്റിയില്ല. ഞങ്ങൾ വീട്ടിലും ഏദൻതോട്ടത്തിലൊക്കെ ആയിട്ട് ചുറ്റിക്കറങ്ങി നിന്നത്. അപ്പം അവർ പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങളുടെ ഓരോരോ അഭിപ്രായങ്ങളും ഇവിടെ രേഖപ്പെടുത്താം കമൻ്റായിട്ട്. അപ്പം ടാറ്റ, ഓക്കെ, ബൈ ബൈ.